ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് കൊട്ടാരങ്ങളുടെ നഗരമായ മൈസൂരിലേക്കാണ്. കൊട്ടാരങ്ങൾ മാത്രമല്ല, ഇവിടുത്തെ ഓരോ കല്ലിനും ചരിത്രത്തിൻ്റെ വലിയൊരു കഥ പറയാനുണ്ട്. അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങളിലേക്ക് കടന്നാലോ? ഇതാ നോക്കൂ, ഇതാണ് നമ്മുടെ മൈസൂർ പാലസ്. എന്തൊരു പ്രൗഢിയാണല്ലേ! എത്ര കണ്ടാലും മതി വരാത്ത മനോഹരമായ കാഴ്ചയാണിത്. ശരിക്കും പറഞ്ഞാൽ മൈസൂരിൻ്റെ ഐശ്വര്യം തന്നെ ഈ ഒരു പാലസാണ്. ഇവിടെ നിന്ന് ശരിക്കും ഒന്ന് ചുറ്റും ഒന്ന് കണ്ണോടിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും ആ കാലത്തെ ആ പ്രൗഢി ഇന്നും ഇതേ തലയെടുപ്പോടെ നിൽക്കണമെങ്കിൽ അപ്പോൾ അന്നുള്ള ആ ഒരു നിർമ്മാണ രീതിയെക്കുറിച്ചൊക്കെ നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അല്ലേ പ്രശംസനീയമായിട്ടുള്ള ആ ഒരു സംഭവം തന്നെയാണ്. എന്തൊരു ഭംഗിയാണെന്നറിയാമോ ഇവിടെ നിന്നുള്ള റിവ്യൂ. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ടിപ്പുവിൻ്റെ സമ്മർ പാലസായ ദരിയ ദൗലത്താബാദിലേക്കാണ്. ഇതുണ്ടോ, ഇവിടെ നിന്നുള്ളൊരു വ്യൂ തന്നെ എന്തൊരു മനോഹരമാണെന്നറിയാമോ. കാലത്തിൻ്റെ പഴക്കം വന്നിട്ട് ഉണ്ടായ ഒരു ഭംഗിക്കുറവല്ലാണ്ട് ആ കൊട്ടാരത്തിൻ്റെ ഭംഗിയിൽ വേറെ യാതൊരു കുഴപ്പങ്ങളും ഉണ്ടായിട്ടില്ല. തടി കൊണ്ട് നിർമ്മിച്ചതാണ് ഈ ഒരു കൊട്ടാരം. വിശാലമായ ഒരു ഗാർഡനാണ് കേട്ടോ ഈ കൊട്ടാരത്തിന് ഫ്രണ്ടിലുള്ളത്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാം. ഞാൻ പറഞ്ഞില്ലേ, തടി കൊണ്ട് നിർമ്മിച്ചതായതുകൊണ്ട് തന്നെ കാലപ്പഴക്കത്തിൻ്റെ ആ ഒരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അത് മെയിൻ്റെനൻസ് ചെയ്തെടുക്കാനും നോക്കുന്നില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു കാരണവശാലും അവർ വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും സമ്മതിക്കില്ല കേട്ടോ. അവരുടെ കണ്ണ് പിടിച്ച് നമ്മൾ എടുത്തതാണ് ഇതൊക്കെ. എല്ലായിടത്തും ഇങ്ങനെ സെക്യൂരിറ്റിക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അവരെ കണ്ണ് പിടിച്ച് പല സ്ഥലത്തും നമ്മൾ എടുത്തതാണ് ഈ കാഴ്ചകൾ കേട്ടോ. അതുകൊണ്ട് വിശദമായിട്ടൊന്നും കാണാൻ പറ്റില്ല, എന്നാലും പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഉള്ളിൽ ചെറിയ വെട്ടത്തിൻ്റെ കുഴപ്പമുണ്ട് കേട്ടോ. വെട്ടമൊക്കെ നല്ല കുറവായിരുന്നു. ഞാൻ പറഞ്ഞില്ല, തടി കൊണ്ട് നിർമ്മിച്ചതായതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ വെട്ടത്തിൻ്റെ പ്രശ്നം അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു. ടിപ്പുവിൻ്റെ ഒരു പഴയ ചിത്രമാണ്. അദ്ദേഹത്തിന് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളും അതേപോലെ തന്നെ വസ്ത്രങ്ങളൊക്കെ അവിടെ ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ വീഡിയോ എടുക്കാനുള്ള യാതൊരു പെർമിഷനും അവിടെ ഇല്ല കേട്ടോ. ഇത് നമ്മൾ പുറത്തിറങ്ങിയിട്ടുള്ള കാഴ്ചകളായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, വീഡിയോ എടുക്കാൻ സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ അധികം വീഡിയോസ് നമുക്കവിടെ എടുക്കാൻ പറ്റിയിട്ടില്ല.
പിന്നെ വെട്ടത്തിൻ്റെ കുറവുള്ളത് കൊണ്ട് തന്നെയും അങ്ങനെ കുഴപ്പങ്ങളുണ്ടായിരുന്നു. ഇത് പണ്ട് യുദ്ധസമയത്തൊക്കെ അവർ യൂസ് ചെയ്യുന്ന സംഭവമാണ്. യുദ്ധത്തിന് പീരങ്കികളിൽ എടുക്കാൻ വേണ്ടിയിട്ട് കല്ല് കൊണ്ട് നിർമ്മിച്ച പീരങ്കിയിൽ ഉപയോഗിക്കുന്ന ഉണ്ടകളാണിത്. അപ്പോൾ ഇത് തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പം അന്നത്തെ കാലത്തെ യുദ്ധത്തിലൊക്കെ അവർ ഉപയോഗിച്ചിരുന്ന സംഭവങ്ങളാണ്. അപ്പോൾ എന്തുമാത്രം ഇത് ത്തിൻ്റെ ഭീകരതയൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. വെച്ചാൽ കല്ലുകൾ കൊണ്ടുള്ള പീരങ്കി ഉണ്ടകളാണ് ഇവിടെ ഉപയോഗിച്ചിരുന്നത്. മനോഹരമായ ചുവർച്ചിത്രങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. ഓരോ ചുവരിലും പല തരത്തിലുള്ള പിക്ചേഴ്സാണ്. എന്നുവെച്ചാൽ വെറും ചുവരാറ്റി എങ്ങുമില്ല, എല്ലായിടത്തും നല്ല ചുവർച്ചിത്രങ്ങളാണ് മൊത്തവും. ശ്രീരംഗപട്ടണത്തിലെ 3 നദികൾ ഒരുമിച്ച് ജോയിൻ ആവുന്ന ഒരു സ്ഥലമാണ്. 2 നദികൾ ജോയിൻ ആവുന്ന നമുക്ക് കാണാൻ പറ്റും. ഒന്ന് അടിയിൽ നിന്നാണ് ജോയിൻ ആവുന്നതാണ് പറയുന്നത്. ത്രിവേണി സംഗമം പോലെ ഇവിടെ ഉള്ളൊരു സ്ഥലമാണിത്. ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ മനോഹരമാണ്. നല്ലൊരു കാറ്റൊക്കെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ വൃത്തിയുടെ കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്കിവിടെ ധൈര്യമായിട്ട് നിൽക്കാനൊക്കെ പാടാണ്. കാരണം അവിടെ ഇവിടെയൊക്കെ മലിനമായിട്ടുള്ള പലതും കാണാം. അതേപോലെ തന്നെ ഒരുപാട് ഡ്രസ്സും അതും ഇതൊക്കെ വാരിക്കൂട്ടി വയ്ക്കുന്നൊരവസ്ഥയാണ്. പറ്റി കൂടിപ്പോയാലും കുഴപ്പമാണല്ലോ. അപ്പോൾ ആ രീതിയിലുള്ള കുഴപ്പങ്ങളൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ. നമ്മൾ പോകുന്നത് ടിപ്പുവിൻ്റെ തടവുകാരെയൊക്കെ ശിക്ഷിച്ചിരുന്ന വാട്ടർ ജയിലിലോട്ടാണ് കേട്ടോ. കാവേരി നദിയുടെ തീരത്താണ് ഈ ഒരു തടവറ ഉള്ളത്. അവിടെ വെള്ളം കയറ്റി അവരെ മുക്കിക്കൊല്ലുന്ന രീതിയിലാണ് ശിക്ഷകൾ വിധിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് കുറച്ചായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോസിൻ്റെ കാര്യത്തിലും കുറച്ച് ഇതുണ്ട്. ഈ കാണുന്നതാണ് ഈ വാട്ടർ ജയിൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് വെള്ളം നിറച്ച് കാവേരി നദിയിൽ നിന്ന് കയറ്റിയിട്ടിട്ട് അതിൻ്റെ അകത്താണ് അവർ ശിക്ഷിക്കുന്നത്. ഈ കാണുന്നത് ടിപ്പു വെടികൊണ്ട് മരിച്ചു വീണ സ്ഥലമാണ്. 1899 നടന്ന 4ാം മൈസൂർ വാറിൽ വെടികൊണ്ട് വീണ സ്ഥലമാണ് ഇത്. ഇവിടെ എപ്പോഴും ഇതേപോലെ ഇങ്ങനെ കെട്ടിയിട്ടാണ് സൂക്ഷിക്കുന്നത്. ഇവിടെയാണ് വെടികൊണ്ട് ടിപ്പു വീണെന്നാണ് പറയുന്നത്. വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല കേട്ടോ. ശരിക്കും പറഞ്ഞൊരു പീസായിട്ടുള്ള സ്ഥലമാണ്. അത് നീറ്റായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ. ഈ പറഞ്ഞ പോലെ ആളും തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ടാവാം നല്ല വൃത്തി തന്നെയാണ് ഇവിടെ കിടക്കുന്നതും. അവിടെ നിന്ന് നമ്മൾ വന്നത് ടിപ്പുവിൻ്റെ ഖബർസ്ഥാനിയായ ഗുംബസിലേക്കാണ്. വലിയ പള്ളി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അവിടുത്തെ ആ ഒരു കെട്ടിടങ്ങളുടെ നിർമ്മാണ രീതി ഒരു വ്യത്യസ്ത രീതിയിലുള്ളതായിരുന്നു. പേർഷ്യൻ രീതിയിലുള്ള ഒരു നിർമ്മാണ രീതിയായിരുന്നു കേട്ടോ ഇവിടുത്തെ ഒരു പള്ളി. നല്ല ശാന്തമായ ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ. ഇവിടെയും വിശാലമായിട്ടുള്ള ഗാർഡൻ ഉണ്ട്. നല്ല മനോഹരമായ കോമ്പൗണ്ടാണ് ചുറ്റും. അവിടെ എവിടെയായിട്ട് ഖബർസ്ഥാനിലത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് വലിയ മരങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ചുവട്ടിലായിട്ട് വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. കറുത്ത ഗ്രാനൈറ്റ് തൂണുകളും മനോഹരമായി കൊത്തിവെച്ച ചുവരുകളുമാണ് ഇവിടുത്തെ എടുത്തറിയിക്കുന്നത് തന്നെ ഭംഗിയുള്ളത്. നല്ല ശാന്തമായിട്ടുള്ളൊരു സ്ഥലമാണിവിടെ. നമുക്കതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണാം. ടിപ്പുവിനെയും ടിപ്പുവിൻ്റെ മാതാപിതാക്കളെയാണ് ഇവിടെ അടക്കം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഖബറും ഇതിൻ്റെ പുറത്തായിട്ട് തന്നെ ഉണ്ട്.
ഓരോ കബറും അടക്കിയിരിക്കുന്ന ആ ഒരു സ്ഥലങ്ങൾ കാണാനും അതിൻ്റെ ആ ഓരോ കബറിൻ്റെയും ആ ഒരു പണിഞ്ഞിരിക്കുന്ന ശൈലികൾ കാണാനും മനോഹരമാണല്ലേ. ഒരുപാട് കബറുകളുണ്ട്. അപ്പം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് അതും കൂടി പറയണം കേട്ടോ. എന്നത്തിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. ആദ്യത്തെ ചാനൽ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. കൂടിയുള്ള ബെല്ലേക്കും കൂടി അമർത്തിയിട്ട് ഓൾന്ന ഓപ്ഷൻ കൂടി കൊടുത്താൽ ഞാനിരുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ ഒക്കെ അപ്പം തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ അടുത്ത നല്ല വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.